അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ നിശബ്ദരായിരിക്കും. അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വരുമ്പോൾ അവർ പുറത്തേക്ക് വരും. അപ്പൊ അവർ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വരും, പിന്നെ ചാനലുകൾ വഴിയൊക്കെ അവർ പുറത്തു വന്ന് സംസാരിക്കും. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു ആരോപണം, അതിൽ വ്യക്തമായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് അയാൾ പറയുന്നുണ്ട്. അവർ WCC യിലുള്ള ഒരാളാണ്, പക്ഷെ WCC ഒന്നുമില്ല. ഇത് എതിർപക്ഷത്തുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇവരുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കും. പറഞ്ഞില്ലേ, കണ്ടില്ലേ, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ അവർ ആഘോഷിക്കുമായിരുന്നു. അലൻസിയർ വളരെ മോശമായിട്ട് പലയിടങ്ങളിലും സ്ത്രീകളെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ പല വാക്കുകളും പറഞ്ഞു. അവരാരും അതിന്റെ പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചില്ല. ഇതെല്ലാം അവരുടെ ഭാഗത്തും ഇത്തരത്തിലുള്ള ഈ ഉന്നതർ എന്ന് പറയുന്നല്ലോ, പ്രമുഖർ, ഈ പ്രമുഖരിൽ അവരുമുണ്ട്. പ്രമുഖരിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ WCC പറഞ്ഞല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തും വരണ്ട എന്ന് കുറെ കാലം പറഞ്ഞല്ലോ, അല്ലെ? രേവതി പറഞ്ഞല്ലോ, വന്നാലും പേര് വിവരങ്ങൾ പുറത്ത് വരണ്ട എന്ന് പറഞ്ഞു. ഇനി പേര് വിവരങ്ങൾ പുറത്ത് വന്നാലും നിയമ നടപടികൾ വേണ്ട എന്നും അവർ പറഞ്ഞു. പാർവതി തിരുവോത്ത് പോലും തന്നെ തനിക്കെതിരെ മോശമായി പറഞ്ഞവരുടെ പേരുകൾ ഇതുവരെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ 100% കറക്റ്റ് ആണ്. ഇപ്പൊ രേവതിയുടെ ഇഷ്യൂവിനെ നമ്മൾ എടുത്തു നോക്കിയാൽ രേവതി പറഞ്ഞു, എനിക്ക് ഫോട്ടോ അയച്ചു